ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട അംഗത്തിന്റെ കല്ലറ മെത്രാൻ കക്ഷി വിഭാഗം പൊളിച്ചുമാറ്റിയതിൽ യാക്കോബിയ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ മുൻവശത്ത് എത്തി. മെത്രാൻ കക്ഷി വിഭാഗം പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയതോടെ മാതൃപള്ളിക്ക് മുന്നിൽ നിന്ന് യാക്കോബിയ വിശ്വാസികൾ പ്രതിഷേധ സമരം നടത്തി. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനാ ഗീതങ്ങളും നമസ്കാരവും നടത്തി. ട്രസ്റ്റി CU ഷലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ്, ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചുപോയവർക്ക് ആദരം നൽകുന്ന സംസ്കാരത്തെ വ്രണപ്പെടുത്തി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കല്ലറ പൊളിക്കുന്ന മെത്രാൻ കക്ഷി വിഭാഗത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും കല്ലറ തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 2017 ജൂലൈയിൽ മരണമടഞ്ഞ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കല്ലറയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയ നിലയിൽ കണ്ടത്. ഇതിനെതിരെയാണ് ഇടവക വിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇടവകയിൽ ഒരംഗം മരണപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലേക്ക് പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയപ്പോഴാണ് മകൻ കല്ലറ പൊളിച്ച് അവിടെ തരിശു സ്ഥലമായി കിടക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. കല്ലറയ്ക്ക് സമീപം വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴി എടുത്ത നിലയാണ്. കല്ലറ തകർത്ത സംഭവത്തിൽ 3 പേർക്കെതിരെ മകൻ ചാലിശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാതെ മെത്രാൻ കക്ഷി വിഭാഗം സെമിത്തേരി ഇരുമ്പ് നെറ്റ് കെട്ടി പൂട്ടിട്ട് കല്ലറകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. മറ്റ് ഇടവക അംഗങ്ങളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് യാക്കോബിയ വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവ്. സർക്കാർ നടപ്പാക്കിയ സെമിത്തേരി ബിൽ പ്രകാരം പള്ളി നഷ്ടപ്പെട്ട 58 പള്ളികളിലും വിശ്വാസികൾ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. ചാലിശ്ശേരിയിൽ മാത്രമാണ് കല്ലറ കമ്പിവേലി കെട്ടി ഗേറ്റ് പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നത്.